ഒരുപാട് ആളുകൾ ഇപ്പൊ ഞാനൊരു സ്ത്രീവശ്യം ആയിട്ടൊക്കെ ചെയ്തപ്പോൾ ഒരു സ്ത്രീകളെ വശീകരിക്കാൻ എന്താണ് ചെയ്യുക, എന്തെങ്കിലും പൊടിക്കൈ ഉണ്ടോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുണ്ടോ, ഞങ്ങൾക്ക് പൈസയൊന്നും ഇല്ലാത്തവരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരം, പ്രസാദ് ശർമ്മയാണ്, കണ്ടംപള്ളി കരിന്തറ മാന്ത്രിക വൈദ്യമഠം. അപ്പോൾ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്. ഒരു സ്ത്രീവശ്യം, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് തെറ്റിപ്പോയി, അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തെറ്റിപ്പോയി, അതുപോലെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ മറ്റ് ഒരു വിരോധമായിട്ട് വരുന്നതും, അതിനേക്കാൾ കൂടുതൽ തന്നെ ഭാര്യയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് നിർത്തേണ്ടതായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ അകന്നു പോവലോ തെറ്റിപ്പോവലോ നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും അടുക്കാതെ വരികയോ ആണെന്നെങ്കിൽ അവരൊക്കെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ്. ഈ അടുപ്പിക്കുക എന്ന് പറയുന്നത് മാനസിക സന്തോഷത്തിന് ഐക്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രയോഗിക്കാൻ പാടുള്ളൂ. മറ്റുള്ള ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു പീഡനത്തിന് വേണ്ടി ഒരു സ്ത്രീയെ ഈ മന്ത്രപ്രയോഗത്തിലൂടെ നിങ്ങൾ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന് ദോഷം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രപ്രയോഗത്തിലൂടെ ഇത് ചെയ്തിട്ട് ഒരു ലൈംഗികപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഒരാൾ സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടി ഈ മന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഭാര്യയായിട്ട് സംരക്ഷിക്കലോ നോക്കാനോ തയ്യാറോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ശാരീരികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഈ മന്ത്രപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. അല്ല, നമുക്ക് ഒരു പ്രതിവിധി വളരെ എളുപ്പമുള്ളത് കൊണ്ടും ഏത് സ്ത്രീകളെ വശത്താക്കാവുന്ന ആയിട്ടുള്ള ഈ പ്രയോഗമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വലിയ മുതല മുടക്കില്ലാത്തൊരു കാര്യമല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങളിത് എന്ത് ചെയ്യും, തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇത് പ്രയോഗിച്ചിട്ട് മറ്റുള്ള സ്ത്രീകളെ അപവാദോ അപമാനങ്ങളോ പെടുത്തി കുടുംബം നശിക്കാതിരിക്കാനും കൂടിയിട്ടാണ് ഈ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്നതോ പ്രവർത്തിക്കുകയോ ഒക്കെ വേണ്ടത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ആകർഷണത്തിന് വേണ്ടിയിട്ടോ വശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ക്രിയകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്നതും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് നമുക്ക് തോന്നിയാപരമായിട്ടുള്ള ജീവിതത്തിനോ അല്ലെങ്കിൽ തോന്നിയാസമായിട്ടുള്ള പ്രവൃത്തിക്കോ വേണ്ടിയിട്ടല്ല. നല്ല രീതിയിലുള്ള കുടുംബ ജീവിതത്തിലെ വിള്ളലേൽക്കുന്ന ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രമാണ് വശ്യങ്ങളാണെങ്കിലും വിദ്വേഷണങ്ങളാണെങ്കിലും ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഒരിക്കലും എല്ലാ തരത്തിലും ഉപദ്രവമുള്ള ഒരാളാണെങ്കിൽ അയാളെ നമ്മളിൽ നിന്ന് അകത്തേണ്ടി വരുന്ന ഒരവസ്ഥ, പറഞ്ഞാലും ഒന്നും ചെയ്തിട്ടും പോകാത്ത ഒരാളെ മാന്ത്രികപരമായ രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്വേഷണ കർമ്മം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്നും നിലനിൽക്കേണ്ടതും ഐക്യവും സ്നേഹവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് ഉണ്ടാവേണ്ടതുമായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള സ്ത്രീകൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളെന്ത് ഈ വശ്യപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മറ്റുള്ള ദുർവിനിയോഗം എന്നുള്ള പോലെ മറ്റുള്ള തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തരത്തിലും ഇത് ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരുടെ വരുന്ന നാണക്കേടിനോ മാനക്കേടിനോ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറും കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കിതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെറുനാരങ്ങ എടുക്കുക, നല്ലതുപോലെ കഴുകുക. ഈ കഴുകി കഴിഞ്ഞിട്ട് അത് റോസ് വാട്ടറിൽ ഒന്ന് തുടയ്ക്കണം. റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുണ്ടല്ലോ പനനീര്, ഈ പനനീരിൽ അത് ഒന്ന് ഉരുട്ടിയതിന് ശേഷം അത് വലത്തെ കൈയിൽ വെച്ച് ഇടത്തെ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കണം. അത് പുറത്തേക്ക് ഒരു തരത്തിലും കാണാത്ത രീതിയിൽ വേണം ഇത് പൊത്തിപ്പിടിക്കാൻ. വലത്തെ കൈയിലാണ് വെക്കേണ്ടത്, ഇടത്തെ കൈയിലാണ് കൈകൊണ്ടാണ് പൊത്തിപ്പിടിക്കേണ്ടത്. അതിങ്ങനെ പൊത്തിപ്പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ എയർ കാണാനോ അല്ലെങ്കിൽ വെളിച്ചം കാണാത്ത രീതിയിൽ പൊത്തിപ്പിടിക്കുക. പൊത്തിപ്പിടിച്ചിട്ട് ഈ മന്ത്രം നിങ്ങൾ 1000 പ്രാവശ്യം ജപിക്കുക. 1000 പ്രാവശ്യം ജപിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ കാര്യം നടക്കും. ഈ ജപിക്കുന്നേക്കാൾ മുമ്പ് നിങ്ങൾ ഈ മന്ത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ഈ ബൈഹാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ ഏത് വ്യക്തിയെയാണോ നമ്മൾ ആകർഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളിലേക്ക് വശമായി വരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് ചെല്ലാൻ. അപ്പോൾ നിങ്ങളിത് എഴുതി വെച്ചിട്ട് നമ്മൾ നോക്കി ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ധ്യാനിക്കൽ നടക്കില്ല. അപ്പോൾ നമ്മളിതൊരു ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 2 പുരികത്തിൻ്റെ നടുക്കിൽ ആ വ്യക്തിയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക. മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ പൊത്തിപ്പിടിച്ച് വേണം ഇത് ജപിക്കാൻ.
ഇത് ജപിച്ചതിന് ശേഷം നമ്മൾ എന്ത് വേണം, ഈ ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് കയ്യിൽ സൂക്ഷിക്കുക. എന്നിട്ട് അത് ഈ പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് അവരെ നേരിട്ട് കൊടുക്കേണ്ടതാണ് ഏറ്റവും ഉത്തമം. കാരണം എത്ര ഒരു പിണക്കത്തിൽ നിൽക്കുകയാണെങ്കിലും ഇത് അവർ കൈപ്പറ്റിയ ഉടനെ തന്നെ നമ്മളോടുള്ള വിരോധങ്ങളൊക്കെ മാറി അവർക്ക് നമ്മളോടുള്ള ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയി വരും. അപ്പൊ അത് പ്രത്യേകം പറയാണ്, ഇതൊരു സ്ത്രീ വശ്യപ്രയോഗമായതുകൊണ്ട് ദുർവിനിയോഗം ഒരിക്കലും ചെയ്യരുത്. അതിനുശേഷം ഇവര് നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ, നമ്മളിതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ തെറ്റിപ്പോയ ഒരാളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന സമയത്ത് ആ ഒരു മന്ത്രപ്രയോഗത്തിൻ്റെതായിട്ടുള്ള പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് നമ്മൾ 108 പ്രാവശ്യം ഓം നമഃശിവായാന്നും 108 പ്രാവശ്യം ഓം നമോ നാരായണായ നമ എന്നും കൂടിയാണ്. ഇത് ജപിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ആ മന്ത്രപ്രയോഗത്തിന് ദോഷ ദുരിതങ്ങൾ മാറി നമുക്ക് എന്നേക്കുമായിട്ടുള്ള ഈ ആകർഷിച്ച ആള് നമ്മളിൽ നിലനിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ മന്ത്രം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ഓം നമോ വാ ചാടയ തദധ്യം ഹിദ്ദി ഹിദ്ദി ദ്രാവിദ്ധി ദ്രാവിദ്ധി സ്വഹ. ഓം നമോ വാ ചാടയ തദധ്യം ഹിദ്ദി ഹിദ്ദി ദ്രാവിദ്ധി ദ്രാവിദ്ധി സ്വഹ. ഈ മന്ത്രമാണ് ഇത് ചെല്ലേണ്ടത്. ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ബൈഹാർട്ടാക്കുക. ഈ ബൈഹാർട്ടാക്കിയതിന് ശേഷം ഇത് എടുത്ത് ഈ പറഞ്ഞതുപോലെ പ്രയോഗിച്ചാൽ ഒരു കൈ പറ്റിയ ഉടനെ കൂടെ പോരും എന്നുള്ളതൊക്കെയാണ് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ അത്രയ്ക്കൊന്നും നമ്മളാണ്ട് പ്രതീക്ഷിച്ചില്ലെങ്കിലും നമ്മളോടുള്ള വിരോധം അങ്ങോട്ട് മാറും എന്നുള്ളത് യാതൊരു സംശയമല്ല. ഈ വിരോധം മാറാൻ ഇത് കൈപ്പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മണപ്പിക്കും, ചിലപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയി വെക്കും, ചിലപ്പോൾ അത് ബാഗിൽ വെക്കും. ആ കയ്യിൽ അതിന്റെ എനർജി, ആ മന്ത്രത്തിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഇവരിലേക്ക് പൂർണ്ണമായിട്ട് ലയിക്കും. ഈ ലയിച്ചു കഴിഞ്ഞാൽ ഇവര് അപ്പം തന്നെ ഒന്നും പറയുന്നു ചെയ്തില്ലെങ്കിലും ഇവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള നമ്മളെ കുറിച്ചിട്ടുള്ള ആ പോസിറ്റീവ്, നമ്മളായിട്ട് തെറ്റാനുണ്ടായ ഒരു കാരണം മാറി നമ്മളിലുള്ള തെറ്റാനുള്ള കാരണം മാറിയതിനു ശേഷം നമ്മളെ കുറിച്ചിട്ടുള്ള പ്ലസ് പോയിന്റുകളൊക്കെ ഇവർക്ക് ഓർമ്മ വരലും നമ്മളെ ആ ഒരു ആക്ടിവിറ്റീസും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇവർക്ക് നല്ലൊരു ഹാപ്പിനെസ് ആയി വരലും നമ്മളിലേക്ക് അടുക്കാൻ വേണ്ടി ഇവർ പൂർണ്ണമായിട്ട് മനസ്സ് തുറന്ന് വരികയും ചെയ്യും. ഈ വരുന്ന കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവാണ്. ഇതിന്റെ മറ്റൊരു തരത്തിലും ഇത് വിനിയോഗിക്കരുത് എന്നുള്ളതാണ് ഇതിന് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു മന്ത്ര ഔഷധ പ്രയോഗമാണ്. ചില ഔഷധം എന്ന് ഇതിന് പറയാൻ വയ്യ, എന്നാലും മന്ത്രപ്രയോഗമാണ്. ഈ പ്രയോഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾ ഷെയർ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വിരഹ ദുഃഖം അടിച്ചിരിക്കുന്നവരും എന്നാൽ അവർക്ക് സാമ്പത്തികമായിട്ട് കർമ്മങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരുണ്ടെങ്കിലും ഇവരുടെയൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി പരിപൂർണമായിട്ട് എഫക്റ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഓരോരോ വീഡിയോകളും.